ശബരിമല സ്വർണ്ണ കവർച്ചയിൽ SIT പരിശോധന പൂർത്തിയായിരിക്കുകയാണ്. പുലർച്ചെയാണ് പരിശോധന അവസാനിച്ചത്. സ്വർണ്ണപ്പാളികളിൽ നിന്ന് അന്വേഷണ സംഘം സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തു. മിഥുനിലേക്ക് പോവുകയാണ്. മിഥുൻ, നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത വിഷയം, ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്ക് തുടങ്ങിയ പരിശോധന 3 മണി വരെ നീണ്ടു. അതിനുശേഷം തിരിച്ച് ഈ ഇളക്കിയ സ്വർണ്ണപ്പാളി അടക്കം തിരികെ സ്ഥാപിക്കുന്ന വിഷയം എല്ലാം തന്നെ വിശദമായി പറയാം മിഥുൻ. രാഗി, ശ്രീകോവിലിന്റെ ഭാഗത്തു നിന്നുള്ള ചുമരുകളിൽ നിന്നുള്ള തൂണുകൾ, സ്വർണ്ണപ്പാളികൾ, ഒപ്പം ദ്വാരപാലക ശില്പത്തിന്റെ പീഠങ്ങൾ, കട്ടിളപ്പാളികൾ, ഇവ മൂന്നുമാണ് ഇളക്കി മാറ്റി പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോയത്. പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന മുറിയിൽ ഇതിന്റെ തൂക്കം, ഇതിന്റെ അളവിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ, അതിന്റെ എന്തെങ്കിലും കൃത്രിമത്വം സംഭവിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുള്ള നടപടികൾ ഇവ പൂർത്തിയാക്കി. അതിനുശേഷം രാസപരിശോധനയ്ക്ക് വേണ്ടി ഇവയിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇവയുടെ കാലപ്പഴക്കം, മറ്റ് കൃത്രിമത്വം ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി രാസപരിശോധനയിലൂടെ കൂടിയും കണ്ടെത്താനാകും. ഈ കാര്യങ്ങൾ കണ്ടെത്തിയായിരിക്കും ശാസ്ത്രീയ പരിശോധനാ ഫലം ഉണ്ടാവുക. ഈ ഫലമാണ് ഹൈക്കോടതിയിൽ റിപ്പോർട്ടായിട്ട് സമർപ്പിക്കുക. ഈ 3 ഭാഗങ്ങൾ, പ്രധാനമായും 3 ഘടകങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ശാസ്ത്രീയ പരിശോധന ഫലത്തിന് വേണ്ടിയുള്ള നീക്കമായിരുന്നു ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയത്. ഒരു ദിവസം അന്വേഷണ സംഘം ഈ സന്നിധാനത്ത് ചെലവഴിച്ചുകൊണ്ട് കൃത്യമായി വിലയിരുത്തലുകൾ നടത്തിക്കൊണ്ടുള്ള ഒരു പരിശോധനാ ഫലത്തിന് വേണ്ടിയുള്ള നടപടികളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള സംബന്ധിച്ചിട്ടുള്ള അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായി മാറുന്ന ഒരു അന്വേഷണം, അല്ലെങ്കിൽ അന്വേഷണ പുരോഗതിയെ ഏറ്റവും സഹായിക്കുന്ന ഒരു തെളിവ് ശേഖരണമാണ് ഇന്നലെ ഇവിടെ സന്നിധാനത്ത് നടന്നത്. അതിന്റെ രാസപരിശോധനാ ഫല അടക്കമുള്ള കാര്യങ്ങൾ ഇനി വരേണ്ടിയിരിക്കുന്നു. അതിന്റെ മൂല്യം കണക്കാക്കുക, അതിന്റെ സ്വർണത്തിന്റെ കാലപ്പഴക്കം, ഒപ്പം തന്നെ മൂല്യം അടക്കമുള്ള കാര്യങ്ങൾ കണക്കുക എന്നുള്ള നടപടികളാണ് ഇന്നലെ പൂർത്തിയാക്കിയത്. തൂക്കം, മാറ്റ് എന്നിവ പരിശോധിച്ചിട്ടുണ്ട്. ഫോട്ടോ, വീഡിയോ ദൃശ്യങ്ങളും പകർത്തിയിട്ടുണ്ട്. പ്രധാനമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീകോവിലിന്റെ കട്ടിളയുടെ ഇരുവശങ്ങളിലെ ചെമ്പിൽ സ്വർണം പൂശിയ പാളികൾ, ഒപ്പം ദ്വാരപാലക ശില്പത്തിന്റെ പീഠങ്ങൾ, ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറ് മൂലയിലെ പില്ലർ പാളി എന്നിവ ഇളക്കിയെടുത്താണ് പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന മുറിയിലേക്ക്, അതായത് എക്സിക്യൂട്ടീവ് ഓഫീസിന് സമീപത്തുള്ള മുറിയിലേക്ക് മാറ്റിയത്. അവിടെ ഇതിന്റെ തൂക്കവും മാറ്റും, ഇതിൽ അളവിൽ കൃത്രിമത്വം ഉണ്ടോ, ഇവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയതാണ് ഈ കട്ടിളപ്പാളികൾ. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി കട്ടിളപ്പാളികൾ പുറത്തേക്ക് പോകുന്നു. ചെന്നൈയിലും കർണാടകയിലുമുള്ള ഭാഗങ്ങളിൽ വ്യക്തിപരമായിട്ടുള്ള പ്രദർശനങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തുന്നു, തിരികെ കൊണ്ടുവരുന്നു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി ഇതിന്റെ സ്വർണ്ണത്തിൽ അപഹരണം നടന്നിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള കൃത്യത വരുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഒരു അന്വേഷണം തന്നെയാണ് പ്രധാനമായും ഈ കട്ടിളപ്പാളിയിൽ തൂക്കം നടക്കുന്നതിലൂടെ നടക്കുന്നത്. ഒപ്പം തന്നെ ദ്വാരപാലക ശില്പത്തിന്റെ പീഠം, ദ്വാരപാലക ശില്പവും ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി പുറത്തേക്ക് പോയതാണ്, തിരികെ എത്തിച്ചതാണ്. അപ്പോൾ അതിന്റെ മൂല്യത്തിലുണ്ടായിരിക്കുന്ന വ്യത്യാസവും കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ദ്വാരപാലക ശില്പത്തിന്റെ പീഠങ്ങളാണ് സാമ്പിളുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഇളക്കി മാറ്റിയത്. ഇതിന്റെ എല്ലാം തൂക്കവും മാറ്റും കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾ ഇന്നലെ വിദഗ്ധ സംഘത്തിന്റെ, ഈ സ്വർണ്ണത്തിൽ പരിശോധനകൾ നടത്താൻ വൈദഗ്ധ്യം നേടിയിട്ടുള്ള ഗോഡ് സ്മിത്ത് അടക്കമുള്ള വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് പരിശോധനകൾ ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് ഇവ ഇളക്കി മാറ്റി. പിന്നീട് രാത്രി മുഴുവൻ ഉള്ള സമയം ഇതിന്റെ പരിശോധനകൾ, സാമ്പിൾ പരിശോധനകൾ നടന്നത്. ഇന്ന് പുലർച്ചെയാണ് ഇവ തിരികെ സ്ഥാപിച്ചത്. ഇന്നലെ പുലർച്ചെ നട അടച്ചിരിക്കുന്ന സമയത്ത് കട്ടിളപ്പാളികൾ തിരികെ സ്ഥാപിച്ചു. അതോടൊപ്പം നട തുറന്നതിന് ശേഷം പുലർച്ചെയുള്ള സമയത്ത് ഈ പില്ലറുകൾ, ഒപ്പം ഈ ദ്വാരപാലക ശില്പത്തിന്റെ പീഠങ്ങൾ എന്നിവയും തിരികെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ഈ പരിശോധനാ ഫലം ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്, ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഈ ശബരിമലയിൽ നിന്നും അപഹരിച്ച സ്വർണം, പ്രത്യേകിച്ച് 1998 വിജയ് മല്യ സമർപ്പിച്ച സ്വർണത്തിൽ പൊതിഞ്ഞ 24 ക്യാരറ്റ് പരിശുദ്ധി ഉണ്ടായിരുന്ന സ്വർണ്ണമാണ് വിജയ് മല്യ സമർപ്പിച്ചത്. ആ സ്വർണ്ണത്തിലടക്കം സംഭവിച്ചിരിക്കുന്ന മാറ്റം, അതിന്റെ കാലപ്പഴക്കം, 2009 സ്വർണം പൂശിയ ഭാഗവും, ഒപ്പം 1998 വിജയ് മല്യ സമർപ്പിച്ച ആ സ്വർണം പൂശിയതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഇതിന്റെ കൃത്രിമത്വം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ശാസ്ത്രീയ പരിശോധന നടത്തിയത്. ഇത് കണ്ടെത്തണമെന്ന് ഹൈക്കോടതിയാണ് നിർദ്ദേശിച്ചത്. ഹൈക്കോടതിയോട് ശബരിമല ശ്രീകോവിലിൽ പരിശോധന നടത്താൻ SIT അനുമതി തേടുന്നു, അനുമതി നൽകുന്നു. അങ്ങനെ തന്ത്രിയുടെ അനുജ്ഞ പ്രകാരം ഇതിനുള്ള സമയം ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് അനുവദിക്കുന്നു. ആ സമയത്ത് കൃത്യമായി സാമ്പിൾ ശേഖരണം, ഈ സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റുന്നു. അതിനുശേഷം ഇന്ന് പുലർച്ചെ വരെ വിദഗ്ധമായിട്ടുള്ള പരിശോധന അതിൽ നടക്കുന്നു. രാസപരിശോധനാ ഫലം ലഭിക്കാനുള്ളതാണ്. മിഥുൻ, ശബരിമല സ്വർണ്ണ കവർച്ചയിൽ SIT പരിശോധന പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് പരിശോധന അവസാനിച്ചത് എന്നുള്ളതാണ് മിഥുൻ മുരളി ശബരിമലയിൽ നിന്ന് നൽകുന്ന അപ്ഡേറ്റ്. സ്വർണ്ണപ്പാളികളിൽ നിന്ന് അന്വേഷണ സംഘം സാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട്. ഇനി വിശദമായ പരിശോധന നടക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്.